എളുപ്പം പോയെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു വക്കത്ത് പോയ നമുക്ക് വേദനയൊന്നുമില്ല എങ്കിൽ ഹദീസിന്റെ കിതാബ് എടുത്തു നോക്ക്. ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു വക്കത്ത് കളയാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇശാ നമസ്കാരം ഞാൻ കളാക്കി, ഇന്ന് ഇശാ നമസ്കരിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിന്റെ സമയമായി, ഞാൻ ഇന്നത്തെ ഇശാ നിസ്കരിച്ചില്ല. സുബഹിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, അല്ലാഹുവേ ഇന്നലെ ഇശാ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, ഇന്നലെ ഞാൻ ഇശാ നിസ്കരിച്ചില്ലല്ലോ അല്ലാ, പടച്ചവനെ ഇത് കലാ വീട്ടി നിസ്കരിക്കണമല്ലോ, ഞാൻ കലാ വീട്ടി കെട്ട് നിസ്കരിച്ചു. പടച്ചവനെ ഇന്നത്തെ ഇശാ നാളെ സുബഹിക്ക് ഞാൻ കലാ വീട്ടി നിസ്കരിച്ചു. ആ കലാ വീട്ടി നിസ്കരിച്ച ഞാൻ 2,28,00,000 വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എത്ര വർഷം? കലാ ആക്കിയിട്ട് കലാ വീട്ടി നിസ്കരിച്ചു. നിസ്കരിക്കാത്തവന്റെ കാര്യത്തെക്കുറിച്ച് പറയണേതില്ല. അള്ളാഹു ഒരു വക്കത്ത് നിസ്കാരം കളയായി പോയി, അത് കലാ വീട്ടി നിസ്കരിച്ചവൻ എത്ര കൊല്ലം കിടക്കണം? 2,28,00,000 വർഷം നരകത്തിൽ കിടക്കണം നിസ്കരിച്ചിട്ട്. നിസ്കരിക്കാത്തവന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് വൻ കുറ്റമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ തെറ്റൊന്നുമല്ല, സാധാരണ തെറ്റുകളായിട്ടല്ല. ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്നത് വലിയ കുറ്റമായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ തന്നെ നരകത്തിന്റെ മുന്നിൽ അവന്റെ കവാടം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വക്കത്ത് നമസ്കാരം ബോധത്തോടുകൂടി കളയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക, അവിടെ നിന്ന് പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദൻ ഖതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ മിമ്മൻ യദ്ഖുലഹാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്ന, ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയാൽ അവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ അതിൽ പ്രവേശിക്കണമല്ലോ, ആ നരകത്തിൽ അവന് കിടക്കണമല്ലോ. അത് നിസാര പാപമല്ല, മറ്റേതെങ്കിലും ഒരു പാപം പോലെയല്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ പേര് നരകത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് രോഗമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, എത്ര വലിയ ബുദ്ധിമുട്ടിന്റെ സമയമാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യം മറക്കരുത്. ഒരു ഹദീസ് പറയാ, പടച്ചവനെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ലൈസ മഅനാ അല്ലാഹുന തറഖഹാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിനൊരു രോഗം വരികയാണ്. കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, കണ്ണ് കാണാൻ കഴിയുന്നില്ല. കണ്ണിന് രോഗം വന്നിട്ട് വല്ലാത്ത പ്രയാസമാണ്. ആ സമയത്ത് പടച്ചവനെ, കണ്ണ് കാണാതെ, കണ്ണ് തുറക്കാതെ കണ്ണിന്റെ കാഴ്ചയങ്ങ് പോവുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിന്റെ കാഴ്ച എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോ, ചികിത്സയുടെ ഭാഗമായി കാഴ്ചയുണ്ടായിരുന്ന കണ്ണിന്റെ കാഴ്ചയങ്ങ് നഷ്ടപ്പെട്ടപ്പോ കണ്ണിന് രോഗം വന്നു. ചിലപ്പോഴൊക്കെ കണ്ണിങ്ങനെ അടഞ്ഞു പോകാറുണ്ട്. നമ്മളിൽ പലർക്കും അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ അവസാനം കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ അവിടെ വൈദ്യന്മാര് ചികിത്സിക്കുമ്പോ അവര് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? കുറച്ചു ദിവസം നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് ഉളവെടുക്കാനോ നിങ്ങൾ തലകുനിക്കാനോ പാടില്ല. നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായി നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾ കുറച്ച് ദിവസം നമസ്കരിക്കാൻ പാടില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞപ്പോ മഹാനവറുകൾ കരയുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? കാലമൻ തറക സ്വലാത തഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കണ്ടപ്പോ, എന്തിനാണ്
എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് തങ്ങളോട് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ ചികിത്സയുടെ ഭാഗമായി നിങ്ങൾ കുറച്ച് ദിവസം നിസ്കരിക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്നാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ടാക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അങ്ങയുടെ പറഞ്ഞു, കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണമെങ്കിൽ കുറച്ചു ദിവസം നിസ്കരിക്കരുത്, പറ്റൂല. അള്ളാഹുവിന്റെ കോപമുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നിരന്തരമായി നടത്തുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പിശാചിന്റെ കെണിയിൽ നിന്ന്, അല്ലാഹുവേ പിശാചിന്റെ ചതിയിൽ നീ എന്നെ അകപ്പെടുത്തല്ലേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. പഠിച്ചവനെ അല്ലാഹുവേ, നീ എന്റെ ശൈത്താന്റെ ചതിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, നിസ്കാരം ഒരിക്കലും അശ്രദ്ധമാക്കാതിരിക്കാൻ വലിയ ജാഗ്രത നിങ്ങൾ പുലർത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് നമ്മളെ എങ്ങനെയും പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾ നേരെയാക്കണേ, ഒരിക്കലും നിങ്ങളത് അശ്രദ്ധമായി കളയരുത്. നമസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനെ എളുപ്പം ശൈത്താനിന് പിഴപ്പിക്കാൻ എളുപ്പമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഉപേക്ഷിച്ച് അവൻ കുഫറിലേക്ക് എത്തിച്ചേരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.